ഗ്യാരണ്ടി. സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC യാത്ര, 3000 രൂപ ക്ഷേമ പെൻഷൻ. എങ്ങനെയാണ് നിങ്ങളിതൊക്കെ നടപ്പാക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. കഴിഞ്ഞ 10 വർഷമായി തകർന്നു കിടന്ന KSRTCയിൽ ലാഭത്തിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ KSRTC ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലാഭമെടുത്താണ് എത്രയോ നാളുകളായി KSRTC നഷ്ടത്തിലായ നഷ്ടങ്ങൾ നിമിത്തുകയും ഗവൺമെൻറ് സഹായത്തോടെ കുറേ കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് KSRTC മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തെ നിങ്ങൾ ഈ KSRTCയിൽ സൗജന്യ യാത്ര കൊണ്ടുവരുമ്പോഴത്തേക്ക് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് നശിക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് 1600 രൂപ പെൻഷനായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, 2000 രൂപ ആക്കിയപ്പോൾ പറഞ്ഞു അത് വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ പ്രകടന പത്രികയിൽ അധികാരത്തിലേറെ 3 മാസത്തിനകം 3000 രൂപ ആക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ നടപ്പിലാക്കി നിങ്ങൾ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ നഷ്ടത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യം അത് തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കാനുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങളിതെല്ലാം നടപ്പിലാക്കുന്നത്? ഇതെങ്ങനെയാണ് നിങ്ങൾക്കിതിനുള്ള പൈസ വരുന്നത്? 2, ഇന്ന് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശരിക്കുമുള്ള സ്ഥിരതയായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ അറിയാവുന്നത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങളും പൂർത്തിയാവാത്ത വികസനങ്ങളും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ശരിക്കും LDF ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തിൽ എത്തിച്ചേ മതിയാവും.